പ്രേക്ഷകരെ നമ്മൾ ഉച്ചവാർത്ത തുടങ്ങും മുൻപ് തന്നെ സംസാരിച്ചിരുന്നു. ശ്രീനന്ദ നമ്മെ വിട്ട് മടങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ചിക്കമംഗളൂരിൽ നിന്നും ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് നിന്ന് കാണാതായ 14 വയസ്സുള്ള പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതദേഹം കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് കണ്ടെത്തി. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുടുംബവുമായി വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദ. തുടർന്ന് കഴിഞ്ഞ 8-ാം തീയതി വൈകിട്ട് 5:30 ചിക്കമംഗളൂർ വ്യൂ പോയിന്റിൽ വെച്ച് ഈ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ അന്വേഷണമൊക്കെ പുരോഗമിക്കുമ്പോഴും ആ 14 വയസ്സുകാരി തിരികെ പാലക്കാടുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് ഞാൻ അടക്കമുള്ള മലയാളികൾ പ്രതീക്ഷിച്ചത്. എന്നാലും ആ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ആ 14 വയസ്സുകാരി ശ്രീനന്ദ നമ്മെ വിട്ടു പോയിരിക്കുന്നു. എന്തായാലും 4 ദിവസം മുൻപ് കാണാതായ കുട്ടിയുടെ മൃതദേഹം ഇന്നാണ് കണ്ടെത്തുന്നത്. എവിടെ നിന്നുമാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്? ഒപ്പം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹമായുള്ള സാഹചര്യങ്ങളെ പറ്റി അധികൃതർ പറയുന്നുണ്ടോ അരുൺ? കാത്തിരിപ്പുകൾ വിഫലമായിരിക്കുന്നു, പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. ശ്രീനന്ദയുടെ മൃതദേഹം ഒടുവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കർണാടകയിലെ ചിക്കമംഗളൂരിൽ കാണാതായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ ശ്രീനന്ദയുടെ മൃതദേഹമാണ് 1500 അടി താഴ്ചയിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ ശ്രീനന്ദയെ കാണാതാവുന്നത്. ചിക്കമംഗളൂരിലെ ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നാണ് വൈകുന്നേരം ഒരു 5:25 ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. അതായത് 4-ാം തീയതിയാണ് ഇവർ പാലക്കാട് നിന്നും ചിക്കമംഗളൂരിലേക്ക് യാത്ര തിരിച്ചത്. ഈ കുട്ടി 10-ാം ക്ലാസ് പരീക്ഷ എഴുതി അതിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ആ സമയത്ത് വിനോദയാത്രയ്ക്കായി ഇവർ ചിക്കമംഗളൂർ ഹംപിയിലേക്കാണ് ആദ്യം പോയത്. ഹംപിയിലെ യാത്ര കഴിഞ്ഞ് ചിക്കമംഗളൂരിലെ ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്നും അന്ന് യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് പാലക്കാട്ടേക്ക് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ച് ഈ കുട്ടിയെ കാണാതാവുന്നത്. ഈ രക്ഷിതാക്കളുടെ കൺമുന്നിൽ വെച്ചാണ് കുട്ടിയെ കാണാതാവുന്നത്. 2 കസിൻ സിസ്റ്റേഴ്സ് കൂടി ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. വ്യൂ പോയിന്റിന്റെ ഭാഗത്തായിരുന്നു ഇവർ നിന്നിരുന്നത്. ആ സമയത്ത് കസിൻ സിസ്റ്റേഴ്സ് ഒരു ഐസ്ക്രീം വാങ്ങുന്നതിന് വേണ്ടി ഇവർ പോയതായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. അന്ന് തന്നെ ഇവർ അവിടെ തെരച്ചിൽ നടത്തി. തുടർന്ന് രാത്രി ഒരു 8:30 പോലീസിൽ വിവരം അറിയിച്ചു. അവിടുത്തെ ഈ ലോക്കൽ പോലീസിലാണ് വിവരം അറിയിച്ചത്. ലോക്കൽ പോലീസിന്റെ നേതൃത്വത്തിൽ അന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും മഞ്ഞും മറ്റുമൊക്കെ ആയതുകൊണ്ട് രാത്രി വലിയ രീതിയിലുള്ള തിരച്ചിലിലേക്ക് കടന്നില്ല. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിയത്. പലതരത്തിൽ, അതായത് തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തിരച്ചിൽ ഉൾപ്പെടെ നടത്തി. അപ്പോഴും ഈ കുടുംബം അവർക്കൊരു സംശയമായിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നുൾപ്പെടെയുള്ള സംശയമുണ്ടായിരുന്നു. അതെ, ഞാൻ ഒന്ന് ഇടപെടുകയാണ് അരുൺ. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. അങ്ങനെ ഒരു സംശയം അവർ ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ കർണാടക പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും ആദ്യ മണിക്കൂറുകൾ, അതായത് ഈ കുട്ടിയെ കാണാതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ അന്വേഷണം വേണ്ട രീതിയിൽ പുരോഗമിച്ചിരുന്നില്ല എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? ആ നിർണായക മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് മഞ്ഞെന്ന കാരണത്താൽ ആ അന്വേഷണം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? വീട്ടുകാർ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംശയമാണ് അവർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നില്ല. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ കാര്യമായ തിരച്ചിൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ പിന്നീട് ഈ തിരച്ചിൽ നടത്തി കുട്ടിയെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോഴും ഒരു സംശയം ബാക്കിയാവുന്നത് എങ്ങനെയാണ് അവിടെ നിന്നും ഈ താഴേക്ക് വീഴുന്ന തരത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഈ കുട്ടി ആ ഭാഗത്തേക്ക് പോയിരുന്നു എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഏതായാലും എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ കുട്ടിയെ എങ്ങനെയെങ്കിലും തിരിച്ച് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത്. ആ കാത്തിരിപ്പ് ഏതായാലും അവസാനിച്ചിരിക്കുന്നു. കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ 1500 അടി താഴ്ചയിലാണ് മൃതദേഹം. ഇനി അത് മുകളിലേക്ക് കയറ്റുന്നത് ഉൾപ്പെടെയുള്ളത് കുറച്ച് സമഗ്രമായ ദൗത്യമാണ്. ഉടൻ തന്നെ മുകളിലേക്ക് എത്തിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം മറ്റും നടപടികൾക്ക് ശേഷം നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുട്ടിയെ കാണാതാവുന്ന സമയം, അതായത് കൃത്യം സമയം നമ്മൾ പറയുമ്പോൾ 5:25 7-ാം തീയതി കാണാതാവുന്നത്. പക്ഷെ അതിനുശേഷം 8:30 ആദ്യം ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയൊക്കെ നേതൃത്വത്തിലൊരു തിരച്ചിൽ നടത്തിയിരുന്നു. ആ തിരച്ചിലിനൊടുവിലാണ് പിന്നീട് 8:30 പോലീസിലും മറ്റും വിവരം അറിയിച്ചത്. ആ സമയത്ത് പോലീസ് കൃത്യമായിട്ടുള്ളൊരു തിരച്ചിൽ അവിടെ ആദ്യഘട്ടത്തിൽ നടത്തിയില്ല. മഞ്ഞും മറ്റു കാര്യങ്ങളും രാത്രി ഇരുട്ടുമാണ്. അതുകൊണ്ട്
കാര്യമായിട്ടുള്ള രീതിയിലുള്ള തിരച്ചിൽ ആ ഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അരുൺ, വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെങ്കിൽ, അതായത് ഈ കുഞ്ഞിനെ കാണാതായ സ്ഥലമുണ്ടല്ലോ, ആ കാണാതായ സ്ഥലത്ത് നിന്നും എത്ര ദൂരമാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം? കൃത്യം 1500 അടിയോളം താഴ്ചയിലാണ്. അതായത് കാണാതായ സ്ഥലത്ത് നിന്ന് 1500 അടിയോളം താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്രയും താഴ്ചയിലേക്ക് പതിച്ചത്, അതായത് ഈ മേഖലയിൽ കാൽ വഴുതിയോ മറ്റോ വീണതാണോ, അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ കസിൻ സിസ്റ്റേഴ്സ് പറയുന്നത് അവർ ആ വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് 3 പേര് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ 2 പേര് ഐസ്ക്രീം വാങ്ങിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴേക്കും ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെയും ഏകദേശം കൺവെർട്ടത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നാണ് പെട്ടെന്ന് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ, കുടുംബത്തിലെ മാനസിക അവസ്ഥ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. എങ്കിലും അറിയാനുള്ളത്, ഈ കുഞ്ഞിനെ അവിടെ ആക്കിയിരുന്ന സമയത്ത് മറ്റാരെങ്കിലും, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നതായി ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളോ കസിൻസോ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ അരുൺ? ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നേ ഉള്ളൂ. കാരണം അവരും ഈ കുട്ടിയെ തിരിച്ച് ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ വിഫലമായി ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വലിയ വേദനയിലാണ് കുടുംബത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങളും മറ്റുമൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വരും മണിക്കൂറുകളിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 4 ദിവസമായിട്ടുള്ള തിരച്ചിലാണ്. ആ തിരച്ചിലിൽ ഏകദേശം 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. അതിൽ ശേഷമാണ് ഇപ്പോൾ ഈ 1500 അടി താഴ്ചയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശരി അരുൺ, ഈ കുഞ്ഞിനെ പറ്റിയുള്ള, അതായത് ഈ കുട്ടി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഏത് സ്കൂളിലാണ്, അതുമായി ബന്ധപ്പെട്ട പ്രദേശം ഏതാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാമെന്ന് തോന്നുന്നു അരുൺ. തീർച്ചയായിട്ടും അശ്വതി, ഈ പെൺകുട്ടി പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയാണ്. കടമ്പഴിപ്പുറത്ത് തന്നെയാണ് സ്കൂൾ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. ആ പരീക്ഷയ്ക്ക് ശേഷം കുടുംബവുമൊത്ത് വിനോദസഞ്ചാര യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 40ഓളം ആളുകളാണ് അവിടെ നിന്നും വിനോദയാത്ര പുറപ്പെട്ടത്. ആ 40 അംഗ സംഘത്തിൽ ഇവർ ആദ്യം ഹംപി ഭാഗത്തേക്കായിരുന്നു ടൂർ പോയത്. ഹംപിയിലെ ടൂർ കഴിഞ്ഞ് അടുത്തൊരു പ്രദേശം എന്ന തരത്തിലാണ് ഈ ചിക്കമംഗളൂരു ഭാഗത്തേക്ക് എത്തുന്നത്. അവിടുത്തെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെ രാവിലെ മുതൽ തന്നെ സമയം ചെലവഴിച്ച് വൈകിട്ടോടുകൂടെ തന്നെ ഈ മാണിക്യധാര വാട്ടർഫാൾസിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു ഉദ്ദേശം. പാലക്കാട് കടമ്പഴിപ്പുറത്തേക്ക് എത്തുകയായിരുന്നു ഉദ്ദേശം. അതിനിടയ്ക്കാണ് വൈകുന്നേരം കൃത്യം ഒരു 5:25 സമയത്തോടുകൂടെ അടുക്കുമ്പോൾ ഈ കുട്ടിയെ കാണാതാവുന്ന സ്ഥിതി ഉണ്ടായത്. തീർച്ചയായും അരുൺ, അത് തന്നെയാണ്. എന്തായാലും ഈ 14 വയസ്സുകാരി ശ്രീനന്ദയുടെ മരണം ഏറെ വേദനിപ്പിക്കുന്ന മരണമാണ് ഈ മണിക്കൂറിൽ നമ്മെ തേടിയെത്തുന്നത്. അരുൺ, നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതായത് കർണാടക പോലീസ് ആദ്യത്തെ മണിക്കൂറുകൾ വേണ്ട വിധം വിനിയോഗിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കേരളത്തിൻ്റെ ഇടപെടൽ ഈ കേസിൽ, ഈ കുഞ്ഞിനെ കാണാത്തതിനു ശേഷം കേരളം എങ്ങനെയാണ് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ കാണാതായ വിവരം അറിയിച്ചിരുന്നു? കൃത്യമായ അന്വേഷണം വേണമെന്ന്, അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് കൃത്യമായ തിരച്ചിൽ നടത്തണമെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യർത്ഥന കേരള സർക്കാരോ കേരള പോലീസോ കർണാടകയുമായി നടത്തിയോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? തീർച്ചയായിട്ടും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ഈ തെരച്ചിലിനായിട്ട് കർണാടകയിലേക്ക്. അരുൺ, അത് ഇന്നല്ലേ? ഇന്ന് മുതലല്ലേ അന്വേഷണം കാര്യക്ഷമമായി നടന്നത്? തീർച്ചയായിട്ടും കർണാടകയിൽ അവിടുത്തെ ലോക്കൽ പോലീസിനും മറ്റും കുട്ടിയെ കണ്ടെത്താനോ മറ്റോ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവുകയും അവിടെ കേരള പോലീസും തിരച്ചിലിന് വേണ്ടി അതിൽ ഏർപ്പെടുകയും ചെയ്തത്. പക്ഷേ അതിനൊടുവിലും ഇത്തരത്തിലൊരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്, കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള തരത്തിൽ. ശരി അരുൺ, വിവരങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും പാലക്കാട് നിന്ന് കാണാതായ 14 വയസ്സുള്ള പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതദേഹമാണ് ഇപ്പോൾ കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. 1500 അടി താഴ്ചയിൽ, അതായത് ഈ കുഞ്ഞ് കസിൻസുമായി അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടെ ഈ മറ്റു കുടുംബാംഗങ്ങളും ഈ കസിൻസും ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ശ്രീനന്ദ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നീട് ഐസ്ക്രീം വാങ്ങി തിരിച്ചു വരും. എന്തായാലും 10-15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഈ കുഞ്ഞിനെ കാണാതാകുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടിയത് ഈ കുഞ്ഞ് നിന്ന ഭാഗത്തു നിന്നും 1500 അടി
താഴ്ചയിൽ എങ്ങനെയാണ് ഈ 1500 അടി താഴ്ചയിൽ നിന്നും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടിയത്? ഈ കുഞ്ഞ് കാൽവഴുതി വീണതാണോ, ആരെങ്കിലും തള്ളിയിട്ടതാണോ, ഇതിൽ എന്തെങ്കിലും ദുരൂഹ സാഹചര്യമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞിനെ കാണാതായെന്ന് വീട്ടുകാർ പരാതി നൽകുന്നു. തട്ടിക്കൊണ്ടുപോയതാണ് കുടുംബം പറയുന്നത്. പക്ഷേ അപ്പോഴും കർണാടകയുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടായില്ല എന്നത്, അതായത് ഈ കുഞ്ഞിനെ കാണാതായിട്ടുള്ള ഗോൾഡൻ അവേഴ്സ് ഒരുപക്ഷെ കണ്ടെത്താൻ സാധ്യതയുള്ള ആ നിർണായക മണിക്കൂറുകളിൽ മഞ്ഞ് വീഴ്ച എന്ന കാരണത്താൽ ഈ അന്വേഷണം പാതി വഴി നിർത്തിവെക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഇടപെടൽ. ഇത്തരമൊരു കാര്യം കേരളം അറിഞ്ഞിട്ടും ഇടപെട്ടത് ഇന്നാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്ന മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് കേരള പോലീസും അല്ലെങ്കിൽ സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഫലപ്രദമായ ഒരു അന്വേഷണം വേണമെന്നും പറയുന്നത്. ഒരുപക്ഷെ ആ നിർണായക മണിക്കൂറുകളിൽ ആ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു. എന്നാലും നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് ആ കുഞ്ഞ് മടങ്ങുന്നത്. വളരെയധികം വേദനാജനകമായ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളുമായാണ് അരുൺ പങ്കുവച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1500 അടി താഴ്ചയിൽ നിന്നാണ് ഈ 14 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്ന് തന്നെയാണ്. കാരണം ഐസ്ക്രീം വാങ്ങാൻ പോയ ഒരു സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനു മുൻപ് ശ്രീനന്ദ എങ്ങനെയാണ് ഈ 1500 അടി താഴ്ചയിൽ വീണത്? അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കുടുംബം ഉയർത്തുന്നുണ്ട്. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ആ കുടുംബം എന്ന് തന്നെ പറയേണ്ടി വരും. വേദനയോടെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ഞങ്ങളും എത്തിക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ കാണാതായിട്ടുള്ള ആ ഇടപെടലുകൾ അതും എടുത്തു പറയേണ്ടത്. ശ്രീനന്ദ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ പരീക്ഷാ ഫലമൊക്കെ കാത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു വിനോദയാത്ര കുടുംബവുമായി പോകുന്നതും. കുടുംബവുമായി പോകുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ഐസ്ക്രീം വാങ്ങാൻ നിർത്തിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകലും കാര്യക്ഷമമായൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അരുണുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം, ഈ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക അല്ലേ? ഇപ്പോഴും ഒരു നിഗൂഢ സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലേ അരുൺ? പാലക്കാട് നിന്നും കാണാതായ 14 വയസ്സുള്ള പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതദേഹം കർണാടകയിലെ ചിക്കമംഗളൂരിൽ കണ്ടെത്തിയിരിക്കുന്നു. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുടുംബവുമായി വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദ. 7-ാം തീയതി വൈകിട്ട് 5:30 ഈ ചിക്കമംഗളൂർ വ്യൂ പോയിന്റിലേക്ക് കുടുംബം ഒന്നാകെ എത്തുന്നു. അവിടെ ആ കാഴ്ചകളൊക്കെ കുടുംബാംഗങ്ങളും കസിൻസും അമ്മയും അച്ഛനും എല്ലാവരോടും ഒപ്പം ചേർന്ന് അവളും ആസ്വദിക്കുന്നു. ഒപ്പം ഈ ഒരു ചിക്കമംഗളൂർ വ്യൂ പോയിന്റിൽ തന്നെയാണ് ഈ കുട്ടി നിൽക്കുന്നത്. ഈ കുട്ടി അവിടെ നിൽക്കുമ്പോൾ മറ്റു കുടുംബാംഗങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ പോകുന്നു. ഐസ്ക്രീം വാങ്ങി തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും കുട്ടിയെ കാണാനില്ല. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, പരാതി നൽകുന്നു. എന്നാൽ കനത്ത മഞ്ഞ് വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം പാതി വഴിയിൽ നിർത്തുന്നു. അതായത് ഈ കുഞ്ഞിനെ കണ്ടെത്താനുള്ള നിർണായക മണിക്കൂറുകൾ നമുക്കവിടെ നഷ്ടമായി എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും ഇപ്പോൾ ഈ 3 ദിവസം പിന്നിടുന്ന വേളയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. വളരെയധികം വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. 10ാം ക്ലാസ്സുകാരിയാണ്, പരീക്ഷാഫലം കാത്തിരിക്കുകയാണ്. ഈ 1500 അടി താഴ്ചയിൽ, അതായത് ശ്രീനന്ദ നിന്ന ഭാഗത്തു നിന്നും 1500 അടി താഴ്ചയിൽ ഇന്നാണ് മൃതദേഹം ലഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഇടപെടലും കേരള പോലീസിൻ്റെ ഇടപെടലും ഉണ്ടായത് ഈ കുഞ്ഞിനെ കാണാതായി 3 ദിവസം പിന്നിടുന്ന വേളയിൽ, അതും ഈ മൃതദേഹം ലഭിക്കുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ്. ആരുടെയൊക്കെ അനാസ്ഥ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ദുരൂഹ സാഹചര്യമാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീർ നമുക്ക് കാണാനാകില്ല. അത്രയധികം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.